കോൺഗ്രസിൻ്റെ വോട്ടൊന്നും ചോർന്നു പോയിട്ടില്ല. പക്ഷേ അവിടെ എന്ത് സംഭവിച്ചെന്ന് പാർട്ടിയാണ് അന്വേഷിക്കുന്നത്. കഴിഞ്ഞ 45 വർഷം കൊണ്ട് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ഞാൻ അർഹനാണോ എന്ന് പാർട്ടി നിരീക്ഷിക്കും. പാർട്ടി വിപരീതമായിട്ട് ഞാൻ പ്രവർത്തിക്കില്ല. വളരെ ചെറുപ്രായത്തിൽ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനത്തിൽ ഇറങ്ങിയ വ്യക്തിയാണ് താങ്കൾ. ഇപ്പോഴും ആ വീര്യത്തിന് ഒരു കുറവ് സംഭവിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയിലൊക്കെ ഇപ്പോഴും പങ്കെടുക്കുന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരുവിക്കരയിൽ അങ്ങയുടെ പേര് വന്നതാണ്. UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പേര് വന്നതായിട്ട് മാധ്യമങ്ങളൊക്കെ എനിക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. അവസാന നിമിഷത്തിൽ എന്തുകൊണ്ട് താങ്കളുടെ പേര് പരിഗണിക്കപ്പെട്ടില്ല? പിന്നെ രണ്ടാമത്, താങ്കൾ ഇപ്പോൾ നിയമസഭയിൽ MLA ആയിട്ടിരിക്കേണ്ട വ്യക്തിയല്ലേ എന്ന് ഞാൻ ചോദിച്ചാൽ താങ്കൾ എന്ത് പറയും? വളരെ വർഷം കൊണ്ട് ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസിൻ്റെ ചുക്കാൻ പിടിച്ച് മുന്നോട്ട് പോവുകയാണ്. 14 ജില്ലകളിലും ഈ സംഘടന വ്യാപിച്ച് മുന്നോട്ട് പോകുന്ന ഈ സമയത്ത് ഞാൻ ഒരു MLA ആയി നിന്നാൽ എൻ്റെ സംഘടനയുടെ പ്രവർത്തനം മന്ദഗതിയിലാവുമോ എന്ന് മനസ്സിൽ കണ്ടിട്ടാണ് അതിൽ നിന്ന് അല്പം പിന്നോട്ട് പോയത്. അവിടെ ഉള്ള ഭൂരിഭാഗം ആൾക്കാരും എന്നോട് പറയുകയുണ്ടായി, നിങ്ങൾ മത്സരിക്കണം, സമുദായത്തിൻ്റെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്കുണ്ട്, 1 ലക്ഷത്തിലധികം വോട്ടുള്ളതാണ്, അതിൽ ഭൂരിഭാഗം നിങ്ങൾക്ക് പള്ളിയുടെയും എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്കുള്ളതാണ്, പിന്നെ അവിടെ ഉള്ള എല്ലാവർക്കും എന്നെ അറിയാവുന്നതുകൊണ്ട് എല്ലാവരും മത്സരിക്കണമെന്ന് പറയുകയും ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ട് അങ്ങ് പിറകോട്ട് പോകുന്ന മാത്രമാണ് ചെയ്തത്. ആദ്യഘട്ടത്ത് ഇൻട്രസ്റ്റ് എടുത്തെങ്കിലും പിന്നെ ആ ഇൻട്രസ്റ്റ് മുന്നോട്ട് കൊണ്ടുപോയില്ല. കാരണം പല നേതാക്കളും മത്സരിക്കാൻ ഇൻട്രസ്റ്റ് എടുത്തു. അന്ന് ശബരിനാഥ് അവിടെ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ മത്സരിക്കാം എന്നുള്ള ഇൻട്രസ്റ്റ് എടുത്തത് സത്യമാണ്. പിന്നെ പിറകോട്ട് പോയ കാരണം എന്ന് പറഞ്ഞാൽ ഈ സംഘടനയുടെയും അല്ല, അന്ന് ശിവകുമാർ മത്സരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് പുള്ളിയാണ് അവിടെ മത്സരിക്കേണ്ടത്, അർഹനായ വ്യക്തിയായ അയാളാണ്. സ്റ്റാറിന് വന്നപ്പോൾ എന്നോട് സൂചന തന്നിരുന്നു, അശോക, ഞാൻ അരുവിക്കര മത്സരിക്കാൻ ചിലപ്പോൾ എനിക്ക് ഉറപ്പായിട്ട് സീറ്റ് കിട്ടും, അതിൽ അശോകൻ്റെ എല്ലാ സപ്പോർട്ടും എനിക്ക് ഉണ്ടാവണമെന്ന് പറഞ്ഞു. എല്ലാ തവണയും മത്സരിക്കാൻ സപ്പോർട്ട് ചോദിക്കുന്ന വ്യക്തി 10 കൊല്ലത്തിന് മുമ്പ് എന്നോട് സപ്പോർട്ട് ചോദിച്ചില്ല. അന്ന് മൈനോറിറ്റിയുടെ സംസ്ഥാന ഭാരവാഹിയും കൂടായ എന്നോട് ഒരു വലിയൊരു സ്ഥാനത്ത് വരാൻ നിന്ന് എന്നെ അതിൽ നിന്ന് ബ്ലോക്ക് ചെയ്തിട്ടും ഞാൻ പരിഭവം കാണിച്ചില്ല. ഞാൻ വിചാരിച്ച പുള്ളി എന്ന് അവിടെ വരണം, പുള്ളി വന്ന് മത്സരിക്കണം, പുള്ളി ജയിച്ചു വന്നാൽ പുള്ളിക്ക് അർഹമായ ഒരു സ്ഥാനം കിട്ടട്ടെ. പുള്ളി എന്നോട് എന്ത് പരിപാടിക്ക് വിളിച്ചാലും സ്നേഹത്തോടെ വരുന്നു, ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എന്നെ കാണുന്നു. ഞാനും അതുപോലെ കാണുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അറ്റാച്ച്മെൻ്റായിട്ട് പോകുന്ന കൂട്ടത്തിൽ പുള്ളിക്ക് ഒരു മത്സരിക്കാൻ അവിടെ ഒരു സീറ്റ് കിട്ടുന്നു, അതിനോട് സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് വേണ്ടി ഞാൻ അവിടെ ഒരു വലിയൊരു സപ്പോർട്ട് പുള്ളിക്ക് ചെയ്തു. അവിടുത്തെ പാസ്റ്റർമാരെയൊക്കെ കണ്ടു, അവിടെ പല സമുദായത്തിൻ്റെ എല്ലാവരെയും കണ്ടു. എല്ലാവരും വാട്സപ്പിലൂടെ ശിവകുമാർ വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു. അവിടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി. എൻ്റെ ബന്ധുക്കളെല്ലാം ഞാൻ കണ്ടു പറഞ്ഞു. അവർ എല്ലാ സപ്പോർട്ടും കൂടെ ചേർന്ന് നിന്ന എൻ്റെ ആൾക്കാരുണ്ട് അവിടെ. പക്ഷേ എന്തെന്നറിയില്ല, അവിടെ ചെറിയ വോട്ടിന് തോറ്റെങ്കിൽ അത് പരാജയം തന്നെയാണ്. ഈ തവണ ഒരു 10,000-ലധികം വോട്ട് നമ്മളെ ഇന്ന് ചോർന്നു പോയി. അത് എങ്ങനെ ചോർന്നു പോയെന്ന് ഇപ്പോഴും അത് പാർട്ടിയാണ് അന്വേഷിക്കേണ്ടത്. കോൺഗ്രസിൻ്റെ വോട്ടൊന്നും ചോർന്നു പോയിട്ടില്ല. കോൺഗ്രസിൻ്റെ വോട്ട് N ബ്ലോക്ക് അന്ന് നിയമസഭ മത്സരിച്ച് സ്ഥാനാർത്ഥിക്കാണ് കിട്ടിയത്. പുള്ളി അവിടെ അംഗീകരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. പുള്ളിക്ക് അർഹമായ ഒരു സീറ്റാണ് കിട്ടിയത്. പുള്ളിയും വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അവിടെ എന്ത് സംഭവിച്ചെന്ന് അവിടുത്തെ പാർട്ടിയാണ് അന്വേഷിക്കുന്നത്.
അല്ല, ഈ അവസരത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കുക. ഇപ്പോൾ UDF അധികാരത്തിൽ വന്നു, ഇപ്പോൾ ഒത്തിരി ബോർഡുകളൊക്കെ ഉണ്ട്, അപ്പം അതിലേക്ക് താങ്കളെ ഒന്ന് പരിഹരിക്കപ്പെടേണ്ടതല്ലേ? അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ഞാൻ അർഹനാണോ എന്ന് പാർട്ടി നിരീക്ഷിക്കും. കാരണം കഴിഞ്ഞ 45 വർഷം കൊണ്ട് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ഞാൻ ഒരു ബോർഡിൽ വരണോ എന്ന് തീരുമാനിക്കുന്ന പാർട്ടിയാണ്. പാർട്ടി എന്ത് തീരുമാനം, പാർട്ടി പറയണ അശോക് ഒരു ബോർഡിൽ വരണമെന്ന് പറഞ്ഞാൽ ഞാൻ വരും. അല്ല, പാർട്ടി നിങ്ങൾ മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ മാറി നിൽക്കും. പാർട്ടി വിപരീതമായിട്ട് ഞാൻ പ്രവർത്തിക്കില്ല.